எனவே உன்னை வந்து சேர நான் இங்க வரம் ஒன்று கேட்டு என் மரணம் நெருங்கிடும் போதும் உன் நினைவில் வாழ்ந்திடுவேன். தீராத துயரத்தில் நானும் காற்றோடேன் கடந்தாய் நீயும் நீங்காத நினைவொளியான அன்பே அன்பே. നിനക്ക് ഉപദ്രവിക്കാൻ ഇവളെ അല്ല കിട്ടിയുള്ളൂ. എഡ്വിനെ അത് ചേച്ചി നീ എനിക്ക് വേണ്ടിയല്ലടാ പട്ടി ഈ പാവത്തിനെ നീ ഉപദ്രവിച്ചേ. ചേച്ചി മോളെ എല്ലാം ഇവൻ കൊറേ വേദനിപ്പിച്ചൂല്ലേ. ഈ ചാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അതൊക്കെ ഞങ്ങൾ പറയാടാ. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? നീ എന്താ വിചാരിച്ചേ? നിന്റെ കയ്യിലേക്ക് ഇനി ഞാൻ എൻ്റെ പെങ്ങളെ തരൂന്നാ? ഇനി നീ അവളുടെ രോമത്തിൽ പോലും തൊടൂല. എഡ്വിനാ പറയണേ. ഈ ഒരു വർഷം നിന്റെ ഭീഷണിയിൽ വഴങ്ങി അവിടെ നിനക്കെല്ലാം ചെയ്തു തന്നു. എന്നിട്ട് നീ അവൾക്കൊരു കൊച്ചിനെ കൊടുത്തു. എന്നിട്ടും നിന്റെ ദേഷ്യം മാറാണ്ട് നീ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് അവളെ തല്ലി. നിന്റെ കയ്യിലേക്ക് ഞാൻ എന്ത് വിശ്വസിച്ചാണ് ഇനി ഇവിടെ തരാൻ പോണത്? എന്റെ കൊച്ചു കരയണ്ട. ഇനി നിന്റെ ജീവിതത്തിൽ ഇവൻ ഉണ്ടാകില്ല. നിങ്ങളുടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ പറയാൻ പോവാം. അയ്യോ വേണ്ട ചേച്ചി, എന്റെ കൊച്ച് അച്ഛനില്ലാണ്ട് വളരണത് കാണാൻ എനിക്ക് വയ്യ. വേണ്ട. കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട ടെൻഷനെങ്കിൽ എൻ്റെ കൊച്ച് വിഷമിക്കണ്ട. കൊച്ചിനെ നോക്കാൻ ഞാനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അല്ലാണ്ട് ഇവനെ പോലത്തുള്ള നാറിയുടെ സഹായമൊന്നും വേണ്ട. എഡ്വിൻ ഇത് തന്നെയല്ലേ നിന്നോടും ചെയ്തത്? അപ്പോ ഒന്ന് അവിടെ മരിച്ചു. അത് ചേച്ചി അങ്ങനെ ഇവിടെ. പക്ഷെ അന്ന് ആ ഡോക്ടർ അന്ന് അവിടെ സംഭവിച്ചത് ഒരു പെണ്ണിനെ ബാംഗ്ലൂരിൽ കിട്ടി. എന്നിട്ട് അത് ഇഷികയാണെന്ന് നിങ്ങളുടെ കൊച്ചാന്നൊക്കെ പറഞ്ഞ് പപ്പേനെ വിളിച്ചാരോ പറഞ്ഞു. നിങ്ങളെല്ലാവരും ബ്രസീലിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്നു. എന്നിട്ട് ആ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇഷിക മരിച്ചു എന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നും ആരോ റേപ്പ് ചെയ്താന്നും പറഞ്ഞു. നിങ്ങൾ അത് വിശ്വസിച്ചു. അത് കൊറോണ സമയം ആയതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ബോഡി എത്തിക്കാൻ കുറേ പേപ്പേഴ്സ് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞു. ബട്ട് ബോഡി കൊണ്ടുവരാൻ നോട്ടീസ് കോർട്ട് അക്സെപ്റ്റ് ചെയ്തതുമില്ല. എന്നിട്ട് എൻ്റെ ബോഡി ബാംഗ്ലൂരിൽ അടക്കി. ഇതല്ല അന്ന് സംഭവിച്ചത്. അതെ, പക്ഷേ ഇപ്പൊ ഇങ്ങനെ അത് മൊത്തം കള്ളക്കഥയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മരിച്ച കുട്ടിയുടെ ഫേസെങ്കിലും കണ്ടോ? അന്ന് കൊറോണ സമയമായോണ്ട് ഡോക്ടർ പറഞ്ഞു അതിനൊന്നും പറ്റൂലെന്ന്. അന്ന് അവിടെ ശരിക്കും സംഭവിച്ചതെന്നറിയോ? അന്ന് ഏതോ ഒരു പെണ്ണ് മരിച്ചിട്ട് ആ പെണ്ണ് ചുമ്മാ പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്നിട്ടൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അതിൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു. അവരെൻ്റെ ഫോട്ടോയും നിങ്ങളെ കാണിച്ചു. എൻ്റെ ഡ്രസ്, ചെരുപ്പ്, സ്പെക്സ്, ഓർണമെൻറ്റ്, വാച്ച് എല്ലാം നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ഞാനാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ബട്ട് ദാറ്റ് വാസന്റ് മീ. ഞാൻ അന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോ അയ്യോ എൻ്റെ ഭർത്താവേ, എനിക്കിവിടെ ഒരാളെ പോലും അറിയില്ല. ഹലോ, എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കണേ? ഇയാളാരാ? ഞാൻ നിഷിക എറിക്സ്, +1 സയൻസ് സ്റ്റുഡൻറ്. ഞാൻ എലാറ, 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ന്യൂ അഡ്മിഷനാ. ഇതെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കണേ? എനിക്കിവിടെ ആരെയും അറിയില്ല. ഇപ്പൊ എന്നെ അറിയില്ലേ? നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. വാ എന്നാ, ഇയാളെ ഞാൻ സ്കൂളൊക്കെ കാണിച്ചു തരാം. എന്നെ എല്ലാന്ന് വിളിച്ചോട്ടോ. ആയിക്കോട്ടെ, വാ. ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചത് അയ്യോ ഇതെന്ത് വലിയ സ്കൂളാണ്. പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഇത്രയും വലിയ സ്കൂളിൽ ഞാൻ ഒറ്റയ്ക്കാലോ എന്ന് ഓർത്തിട്ട് നേരത്തെ കാര്യങ്ങളൊക്കെ. അത് സാരില്ല, അത് കഴിഞ്ഞില്ലേ.
ഇയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് പപ്പ ഉണ്ട്, മമ്മ, പിന്നെ 2 ഇച്ചായമാരുണ്ട്, പിന്നെ ചാച്ചനും ചാച്ചിയും, പിന്നെ എന്റെ ലിയായി. ആഹാ, അത് നല്ല രസമായിരിക്കുമല്ലോ. ഇച്ചായമാര് ലിയായി എന്ത് ചെയ്യുവാ? വെല്ലിച്ചായന്റെ പേര് എഡ്വിൻ, തിരുവനന്തപുരത്ത് ഇവിടെ തന്നെ AC എഞ്ചിനീയറിംഗ് കോളേജില്ലേ, അവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കുക. പിന്നെ 2ാമത്തെ ഇച്ചായൻ ഇർവിൻ, എറണാകുളത്ത് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. പിന്നെ എൻ്റെ ലിയ, അവൾ എന്നെ പോലെ തന്നെ 8th, ബട്ട് അവൾ എറണാകുളത്താണ്. ഇതെന്താ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി കിടക്കണേ? വെല്ലിച്ചായന് ദൂരെ വന്ന് പഠിക്കണമെന്ന് പറഞ്ഞു വന്നതാ, ബട്ട് നമ്മ പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത് പുറത്തേക്കൊന്ന് പോയി പഠിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് തിരുവനന്തപുരം വരെ വന്നത്. ശരിക്കും ഞങ്ങളുടെ ഫാമിലി എറണാകുളത്താണ്. അപ്പൊ നീ എന്താ ഇവിടെ? 7th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാനും ലിയ സ്കൂളിൽ വേറെ പിള്ളേരുമായിട്ട് വഴക്കിട്ടു. അപ്പോൾ വീട്ടിലെല്ലാവരും ഇനി ഞാനും അവളും സെയിം സ്കൂളിൽ പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു എഡ്വിൻ തിരുവനന്തപുരത്ത് ആണല്ലോ, എല്ലാവരും അവിടെ വിട്ടാൽ മതി, അവിടെ ഹോസ്റ്റലിൽ നിന്നോളും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. അയ്യോ സാരല്ല, അതുകൊണ്ടായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. 10ൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ +1 എറണാകുളത്ത് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് വെച്ചോളാൻ പപ്പ പറഞ്ഞിട്ടുണ്ട്. ഓ, ചേച്ചിനെ പറ്റി പറയുന്നേ. എന്നെ പറ്റി എന്താ? എൻ്റെ വീട്ടിലെ പപ്പ, മമ്മ, ഒരു അനിയന്, ഇവരൊക്കെ ബ്രസീലിലാട്ടോ. ഞാൻ 10th വരെ ബ്രസീലിലായിരുന്നു. പിന്നെ +1 ഇവിടെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. ഓ അങ്ങനെ. ഞാനും നിന്നെപ്പോലെ ഹോസ്റ്റലിലാ. ആഹാ, അത് പൊളിച്ചു. ഞാൻ ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാവോ എന്ന് ഓർത്ത് നടക്കുമായിരുന്നു. ഇനി ഒറ്റയ്ക്കാവൂല. ചേച്ചിക്ക് വല്ല ബോയ് ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്. പേരെന്താ? എന്താ ചെയ്യണേ? ബ്രസീലുകാരനാണോ? ഫോട്ടോ ഉണ്ടോ? എന്താ? ഒന്നുമില്ല. നീ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരം പിന്നെ തരാട്ടോ. എടാ ഞാൻ പോവാ. 6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഹോസ്റ്റലിൽ വരും. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ. ആ ഓക്കെ ബൈ. എടി ഇഷിക, വരണ്ടോ? ഇപ്പൊ തന്നെ 3:30ആയി. നിനക്ക് 6:30ക്ക് പോകുകയും വേണം. ഈ വൃത്തികെട്ട അച്ഛനാൻ എവിടെയോ. നീ എന്നെ ഇവിടെ? ഹലോ മിസ്റ്റർ, ഇത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാ. ഇവിടെ എന്റെ പപ്പയും അമ്മയും എന്നെ കൊണ്ട് ചേർത്തേക്കുന്നത്. ഇയാളെ കൊണ്ട് ചേർത്തത് കോളേജിലല്ലേ, ഈ സ്കൂളിലൊന്നും ഇയാളെ വന്നിക്കണേ. ആഹാ, നിങ്ങൾക്ക് പരസ്പരം അറിയോ? ഇതാ ഞാൻ പറഞ്ഞ എന്റെ വെല്ലിച്ചായൻ. ഇവനോ? അല്ല, ഇതാ നീ ചോദിച്ചാള്. ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ഇവനാ? അയ്യേ. എന്തേ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചേച്ചിക്ക് വേറെ നല്ല ചെക്കനൊക്കെ നോക്കാറുന്നു. ഡി മിണ്ടാണ്ടിരുന്നോ? എടി, എനിക്ക് നിന്നെ തന്നെ കറക്റ്റ് നാത്തൂരായി കിട്ടിയില്ലേ, പിന്നെന്താ വേണ്ടേ? അതെ ഇച്ചായ, ചേച്ചിനെ പെട്ടെന്ന് തന്നെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരണേ. ആ അതൊക്കെ പിന്നെ, ബാക്കി പിന്നെ ചെല്ല്. എല്ലാം നീ ഹോസ്റ്റലിലേക്ക് പോയിക്കോ, ഞങ്ങൾ പോവാ. ആ ഓക്കെ ബൈ. അയ്യോ പാവുണ്ടട്ടോ, നിങ്ങൾ എന്തിനാ അത്ര ഒച്ചയ്ക്ക് അവക്കടുത്ത് പോവാൻ പറഞ്ഞേ? അവക്ക് സങ്കടായി കാണൂട്ടോ. ഒന്ന് പോടി ഒന്ന്, നിനക്ക് വേറൊരു പണിയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നന്നാവൂല. ഇഷിക ചേച്ചി പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് വന്നാ മതിയായിരുന്നു. ആരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കേണ്ട വരൂലേ? ഇഷിക മോളെ. എന്താ മോനെ, എന്ത് ഭയങ്കര സ്നേഹാലോ. ഇന്ന് നൈറ്റ് നമുക്ക് ചുമ്മാ പുറത്തു പോയാലോ? ഒട്ടാ, എനിക്ക് 6:30ക്ക് ഹോസ്റ്റലിൽ കയറണം. കേറിയ പിന്നെ തള്ള ഇറക്കിയും വിടൂല. ഹോസ്റ്റലിൽ കയറേണ്ടടി. അതൊന്നും അവർ സമ്മതിക്കില്ല. നീ നിന്റെ മമ്മിയുടെ അടുത്ത് പറ, നീ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കണെന്നോ. അപ്പോൾ വാർഡനെ ഒന്ന് വിളിച്ച് പറഞ്ഞാ പോരെ. പാരൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാർഡൻ ചെയ്യൂലോ. പക്ഷെ ഞാൻ മരണില്ല. ഞാൻ നിന്റെ അനിയത്തി എടുത്ത് പറഞ്ഞാൽ തന്നെ 6:30 വരുമെന്ന്. അവക്ക് മനസ്സിലാവും. വേണ്ട മോനെ, നടക്കില്ല. എന്നാടി എന്റെ ചക്കര തന്നെ. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, എനിക്കൊരു കിസ് തന്നിട്ട് വേണം പോവാൻ. അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. മതി, ഇന്നത്തേക്കുള്ളായിട്ടുണ്ട്. പ്ലീസ് ഒന്നുകൂടെ. പോടാ. എന്നാടി പ്ലീസ്. ബാക്കി നാളെ മാറിക്ക്. ഓ മതിയെങ്കി മതി,
നിനക്ക് ഭയങ്കര ജാട. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം എല്ലയ്ക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല ഫണ്ണൊക്കെ ആയപ്പോഴത്തേക്കും എട്ടുമണിച്ചാൻ എല്ലയ്ക്ക് വീട്ടിൽ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഒരു മാസം കൂടി പോയിക്കൊണ്ടിരുന്ന അവർ പിന്നെ 2-3 മാസം കൂടി വീട്ടിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ എല്ലാവരും ലിയായും +2 കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേഴ്സിംഗ് 3rd ഇയർ പഠിക്കുമായിരുന്നു. അപ്പോൾ എട്ടുമണിച്ചായൻ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ 4 പേരും ഒരു ട്രിപ്പ് ബാംഗ്ലൂരൊക്കെ പോയി. അന്ന് ഇർവിന് എൻജിനീയറിംഗ് 2nd ഇയർ പഠിക്കുമായിരുന്നു. അവന് സെം എക്സാം ആയതുകൊണ്ട് അവൻ ഞങ്ങളിവിടെ വന്നില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ 2 വീക്ക് ബാംഗ്ലൂരായിരുന്നു. ഇഷിക ഇവിടുത്തെ എപ്പോഴാണ് എണീച്ചോയെ? എടി ഇഷിക എന്തേ? നിങ്ങളുടെ റൂമിലില്ലേ? അവിടെ കാണാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വന്ന് ചോദിച്ചേ. ബാത്റൂമിലായിരിക്കുന്നോ? ഞാൻ ബാത്റൂമിൽ നോക്കി, അവിടെ ഇല്ല. നമുക്ക് എല്ലായിടത്തും നോക്കാം, വാ. എൻ്റെ ദൈവമേ, എൻ്റെ ഇഷിക എന്തേ? പേടിച്ചിട്ടാണെങ്കിൽ കൈയും കാലും വിറയ്ക്കുവോ? അയ്യോ ചായ കരയില്ലേ? ചേച്ചിയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ. ആ എൻ്റെ ഫോൺ എന്തേ? ഇതായിരിക്കണം. ഇതെന്താ ഓണാവാത്ത നീ? സ്വിച്ച് ഓഫ് ആയതായിരിക്കും. നെക്കി പിടിച്ചു നോക്കിയേ. ആ ഓണായി. ആ നോക്ക് നോക്ക് നോക്ക്. ഇവളെന്താ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ? എന്താ? ഇച്ചായ എനിക്ക് തിരിച്ച് ട്രിവാൻഡ്രം വരെ വരേണ്ടി വന്നു. ഞാനിപ്പോൾ കോളേജിലാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് വരാമെന്ന് എല്ലാം പറയാം. എന്താ അവിടെ നാട്ടിൽ പോയേക്കുവാ? കോളേജിൽ എന്തെങ്കിലും അർജൻസി വന്ന് കാണും, അതായിരിക്കും. ആ നിങ്ങൾ ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും. ഇന്ന് നൈറ്റിൽ നമ്മൾ പോകാനിരുന്നത്. ആ ചായ ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് ചെല്ലുമ്പോൾ കാണാലോ. ഞങ്ങൾ നാട്ടിലെത്തിയ പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്തിന് ഇവളെ കാണാൻ പോയി. ഞാൻ ഇവളുടെ കോളേജിൽ ചെന്ന് അന്വേഷിച്ചു. ഇവൾ ഇതുവരെയായിട്ട് കോളേജിൽ ചെന്നിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി. ഞാൻ ഇവക്കുള്ള ഹോസ്റ്റലിലുള്ള പിള്ളേരോടൊക്കെ ചോദിച്ചു. അപ്പോഴും അവർ വിചാരിച്ചിട്ടുണ്ട് ഇവളിപ്പോഴും ബാംഗ്ലൂരിൽ ആണെന്നാണ്. ഇവളെപ്പറ്റി അവർക്കൊരു അപ്ഡേഷനും ഇല്ലയെന്ന് പറഞ്ഞു. ഞാനിവിടെ കുറേ അന്വേഷിച്ചു. ഇവിടെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വീണ്ടും സംശയമായി ഇനി ഇവള് അബ്രോഡ് പാരൻസിൻ്റെ അടുത്തേക്ക് പോയോ, ബ്രസീലിലേക്ക് പോയോ എന്ന്. എന്നിട്ട് ഞാൻ ഇവളെപ്പറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു. പോലീസ് എയർപോർട്ട് ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്തു. ഇഷിക എന്ന ആരും ഇതുവരെയായിട്ട് ഔട്ട് ഓഫ് കൺട്രി ഒന്നും ആയിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ ഇക്കാര്യം വീട്ടിലൊന്ന് പറഞ്ഞു. വീട്ടിലെല്ലാവരും എന്നെ ചീത്ത പറഞ്ഞു, കുറേ തല്ലി. ഓൾറെഡി ഇഷികനെ കാണാണ്ട് പോയ സങ്കടം വീട്ടിലുണ്ട്. ഇഷികനെ പറ്റി ആർക്കും വീട്ടിലൊന്നും അറിയില്ല. പക്ഷേ ഇവർ എന്നെ കുറേ തല്ലുമൊക്കെ ചെയ്തല്ലോ. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു. ഇവരോടുള്ള ദേഷ്യത്തിലും ഇഷികനെ കാണാതെ സങ്കടത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെയാണ് ഞാൻ മരിച്ചു എന്ന കള്ളക്കഥ നിങ്ങൾ അറിഞ്ഞത്. ഇച്ചായി ഇറങ്ങിപ്പോയ സങ്കടത്തിൽ ആർന്നല്ല. എല്ലാം മാത്രമല്ല ലിയായി ഇറവിനൊക്കെ. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവർ മൂന്നൊരു ശരിക്കും മെൻ്റലി ബാക്കിലോട്ടായിരുന്നു. പ്രത്യേകിച്ചല്ല, അവൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരു ഭ്രാന്ത് അങ്ങനൊരു സംഭവമായിരുന്നു എല്ലയ്ക്ക്. ഒരിക്കൽ എല്ലാവരും കാർ ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിലായി. എല്ലാം മനഃപൂർവ്വം കാറിന് മുന്നിലേക്ക് എടുത്ത് താഴെയാന്ന് അവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തു. എല്ലാ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ലിയ സൂയിസൈഡ് ചെയ്തു. കറക്റ്റ് ഇതിൽ അത് കാണുകയും ചെയ്തു. പിന്നെ എല്ലാവരും ലിയായി ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാവരും നഷ്ടപ്പെടുമ്പോൾ എന്ന പേടി തലയ്ക്ക് പിടിച്ച് ഇർവിൻ മെൻ്റലി ബ്ലാങ്കായി. ഇർവിൻ 6 മാസത്തോളം മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. എല്ലാം 8 മാസം കോമയിലായിരുന്നു. ലിയ ഡിപ്രഷൻ്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയായിരുന്നു. ലിയ വീടിൻ്റെ അകത്ത് ഒരു മുറിയിൽ അടച്ചുപൂട്ടി ഫുഡ് ഒന്നുമില്ലാണ്ട് അങ്ങനെയായിരുന്നു 6 മാസം ലിയ ജീവിച്ചത്. 6 മാസം കഴിഞ്ഞ് ഇർവിൻ തിരിച്ചു വന്നു. ഇർവിൻ വന്നപ്പോഴും ലിയയ്ക്ക് ഇർവിനൊന്നും ഒറ്റ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 മാസം കഴിഞ്ഞപ്പോൾ എല്ലയ്ക്ക് മൂവ്മെൻ്റൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെയാണ് ലിയായും ഇർവിനും വീട്ടിലെ പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ ഇവർ 3 പേരും പതിയെ ഒന്നിച്ച് റിക്കവർ ആവാൻ തുടങ്ങി. പിന്നെ ഇവരുടെ 3 പേരുടെ ഇടയിൽ ഞങ്ങളുണ്ടായില്ല. ഇവർ 3 പേരും ഞങ്ങളെപ്പറ്റി ഓർക്കുമായിരുന്നു.
ഇവര് 3 പേരും ഞങ്ങളെപ്പറ്റി ഓർത്തുറക്കം വരാണ്ട് കരഞ്ഞ കുറേ രാത്രികളുണ്ട്. പക്ഷെ അവിടെ ബ്രസീൽ ഇഷാല് മെൻ്റലി ഡൗൺ ആയിരുന്നു. വലിയച്ഛനും വല്ലമ്മയും കുറേ കഷ്ടപ്പെട്ട് ഇവനെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. എഡ്വിൻ ഇഷികാനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. ഇവൻ എന്നെ പറ്റി അറിയാൻ തുടങ്ങി. പിന്നെ ഇവന് എല്ലിയനെ പറ്റി അറിയാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ അബ്രോഡ് ജീവിതമൊക്കെ നിർത്തി ഇങ്ങോട്ടേക്ക് വന്നു. ഇർവിൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു എല്ലിയനെ കണ്ടത്. എഡ്വിൻ മനസ്സിലാക്കി ഇവൻ്റെ ചെറിയച്ഛൻ്റെ മോളെയാണ് ഇവൻ അന്വേഷിച്ച് നടക്കുന്നതെന്ന്. ഇഷാലി വിചാരിച്ചത് ഞാനാണ് ഇഷികാനെ റൈപ്പ് ചെയ്ത് കൊന്നതെന്നാണ്. അവൻ്റെ പെങ്ങൾ എന്തോരം വേദന അനുഭവിച്ചാണോ അതിൻ്റെ 100 ഇരട്ടി എൻ്റെ പെങ്ങളും അനുഭവിക്കണം എന്ന് അവന് തോന്നി. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവൻ മാറിയായിരുന്നു. എല്ലാം മനസ്സിലാക്കി എഡ്വിൻ ആരുടെയോ ബാത്റൂം ക്ലിപ്പ് എടുത്തിട്ട് ഇവക്കടെ ഫേസ് വെച്ച് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹി സ്റ്റാർട്ടഡ് ടു ബ്ലാക്ക് മെയിൽ ഹെർ. ഇതായിരുന്നു ഇവരുടെ ലൈഫിൽ സംഭവിച്ചത്. ബാത്റൂം ക്ലിപ്പ്, ബ്ലാക്ക് മെയിൽ, എന്താ? നീ എന്തിനാ കരയണേ? എന്തറിയാതെ നീ കരയണത്? ഐ ആം റിയലി സോറി, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്കുമോ? നിന്റെ വിധി തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല ഇഷാലെ, അതല്ലയാ. അവൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എല്ലാം വീട്ടിൽ പറഞ്ഞ് നിന്നെ ഡിവോഴ്സ് ചെയ്ത് അവൾക്ക് അവളുടേതായ വഴി. അല്ലെങ്കിൽ നീ അവളോട് മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞ് അവൾ നിന്നോട് ക്ഷമിച്ച് മുന്നോട്ടേക്ക് നല്ലൊരു ജീവിതം. എല്ലാ കാര്യവും വീട്ടിൽ പറയണം. അതവളുടെ തീരുമാനമെങ്കിൽ അത് നടക്കൂ. ഇവിടെ നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഞങ്ങൾ ആരും അറിഞ്ഞില്ലേ എൻ്റെ കർത്താവേ, ഇങ്ങനത്തെ ഒരു നാറിയുടെ കയ്യിലെ ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ കൊടുത്തേന്ന്. മമ്മിയെ, പപ്പാ. മോനെ എഡ്വിനെ. എടാ എഡ്വിനെ. മോളെ ഇഷിക. എൻ്റെ ഇഷിക മോളെ, ഇതെങ്ങനെ? உனை வந்து சேர நான் இங்க வரம் ஒன்று கேட்டு என் மரணம் நெருங்கிடும் போதும் உன் நினைவில் வாழ்ந்திடுவேன். தீராத துயரத்தில் நானும் காற்றோடேன் கலந்தாய் நீயும் நீங்காத நினைவொளியான